ഹായ് ഒരുവൻ, നിങ്ങളും ഞാനും നല്ല രീതിയിൽ ടെൻഷനിലാണ്. നമ്മുടെ രാഹുലിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഏകദേശം 90% ഉറപ്പായി രാഹുലിന് സീറ്റ് കൊടുക്കില്ല എന്ന്. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, നമ്മുടെ രാഹുലിനെ കോൺഗ്രസ് കൈവിടുന്നില്ല. രാഹുലിന് സീറ്റിനേക്കാളും വലിയൊരു സ്ഥാനം കോൺഗ്രസ് കൊടുക്കാൻ പോവുകയാണ്. എന്താണെന്നല്ലേ, അപ്പോൾ അതിൻ്റെ തെളിവ് വേണ്ടേ നിങ്ങൾക്ക്? ആദ്യം ഞാൻ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കാണണം. അതായത് ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് വന്ന മെസ്സേജാണ്. ഹലോ മിസ്റ്റർ അൽത്തോ, ഷാഫി പറമ്പിൽ നിങ്ങളുടെ വീഡിയോ കണ്ടു, നന്ദി അറിയിച്ചു. ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഓഫീസിൻ്റെ ലൊക്കേഷൻ എനിക്ക് അയച്ചു. അപ്പോൾ ഇത് കളവാണെന്ന് ചിലരെങ്കിലും പറയുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഷാഫി പറമ്പിൽ വടകര ഓഫീസിൻ്റെ മൊബൈൽ നമ്പർ. അപ്പോൾ ആ മൊബൈൽ നമ്പറും എനിക്ക് മെസ്സേജ് വന്ന മൊബൈൽ നമ്പറും സെയിം ആണ്. ഇത് പറയാൻ കാരണം, ഞാൻ പറയുന്ന ഓരോ കാര്യവും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിൽ നിന്ന് മെസ്സേജ് വരുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ ഓഫീസിൽ പണിയെടുക്കുന്ന ചിലർ നമ്മളോട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതാണ്, അല്ലാതെ നമ്മൾ പച്ചക്കള്ളമല്ല പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂടത്തിൻ്റെ കോൺഗ്രസ് വലിയ, അതായത് വി.ഡി. സതീശൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും വലിയൊരു പ്ലാനിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഈ സീറ്റ് കൊടുക്കാത്തതൊക്കെ അത് എന്തെന്ന് ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 കാര്യം. ഓക്കെ, നമ്മുടെ പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയുടെ ചായ സൽക്കാരത്തിൽ പോയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ജോൺ ബ്രിട്ടാഷ്, CPM-ൻ്റെ ജോൺ ബ്രിട്ടാഷ് വിഷം തുപ്പിയിട്ടുണ്ട്. ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി എന്തിനാണ് നരേന്ദ്രമോദിക്കൊപ്പം ചായ കുടിക്കാൻ പോയതെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വി.ഡി. സതീശൻ കിടിലൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി നിങ്ങൾ കേൾക്കണം. ഓക്കെ, അത് ജോൺ ബ്രിട്ടാഷ്, അതായത് എനിക്ക് അവൻ്റെ പേര് വരുന്നില്ല, ജോൺ ബ്രിട്ടാഷ് പറയുന്ന കാര്യം ഞാൻ സൈഡിൽ വെച്ച് തരാം. വി.ഡി. സതീശൻ അതിന് കൊടുത്ത മറുപടി ഞാൻ സൈഡിൽ വെച്ച് തരാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ വി.ഡി. സതീശന് കല്ലേറൊക്കെ കുറേ പ്രതിഷേധമാണ് പാലക്കാടുകാർ വി.ഡി. സതീശനെതിരെ കൊടുക്കുന്നത്, നമ്മുടെ രാഹുലിനെതിരെ സീറ്റ് കൊടുക്കാത്തതിനെ കുറിച്ച്. അതിൻ്റെ കാര്യം കൂടി, അതിൻ്റെ വീഡിയോ ക്ലിപ്പും ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം ഒരു വീഡിയോ ക്ലിപ്പും കൂടിയുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ ഒരു MLA പോലീസുകാരെ തെറിവിളിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണമുണ്ട്. അതായത് CPM തോറ്റത് കൊണ്ട് നാട് മുഴുവനും ആക്രമിക്കുമ്പോൾ പോലീസുകാർ ആക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ MLA പോലീസുകാർക്ക് നല്ലോണം കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. ഈ പറഞ്ഞ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അപ്പോൾ ആദ്യം രാഹുൽ മാങ്കൂടത്തിനെ കോൺഗ്രസ് കൊടുക്കുന്ന വലിയൊരു പദ്ധതി. അതായത് ഞാനൊരു കാര്യം പറയുകയാണ്, നിലവിൽ രാഹുൽ മാങ്കൂടത്തിന് 90% സീറ്റ് കിട്ടൂല. അത് ഉറപ്പാണ്. 90% എന്നല്ല, 100% സീറ്റ് കിട്ടൂല. പക്ഷേ രാഹുൽ മാങ്കൂടത്തിന് വേണ്ടി ആ ഒരു കള്ളക്കേസിനെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ എല്ലാ ഓഫീസിലും ഇരുന്ന് ആലോചിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. അതായത് ഇത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂടത്തിനെ ആ ഒരു കള്ളക്കേസിൽ നിന്ന് പുറത്തിടണം. അതിനുശേഷം രാഹുൽ മാങ്കൂടത്തിന് സംസ്ഥാന പ്രസിഡന്റ് കോൺഗ്രസ് തിരിച്ചു കൊടുക്കും. എന്തിനു വേണം, KPCCയിൽ വരെ നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന് സ്ഥാനം കൊടുക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തുകൊണ്ടാണ് ബ്രോ രാഹുലിന് സീറ്റ് കൊടുക്കാത്തത്? പൊന്നുപ്രേക്ഷകരെ, രാഹുൽ മാങ്കൂടത്തിന് കോൺഗ്രസ് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതിഷേധം നടക്കും. ജനങ്ങളല്ല, മൊട്ടയുണ്ടല്ലോ, അരുൺകുമാറായ മൊട്ട വാർത്ത കൊടുക്കും. പീഡനവീരന് സീറ്റ് കൊടുത്തു എന്ന് കമ്മികൾ അതിനെ ആഘോഷിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം പറയും രാഹുൽ മാങ്കൂടത്തിൽ നിരപരാധി എന്ന്. എനിക്കും അറിയും, നിങ്ങൾക്കും അറിയും. ഓക്കെ, അപ്പോൾ കുറേ സ്ത്രീപക്ഷ വോട്ടുകൾ LDFിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം രാഹുലിന് ഒരിക്കലും സീറ്റ് കൊടുക്കില്ല. പിന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നല്ലേ നിങ്ങൾ കേട്ടത്? എന്നാൽ എൻ്റെ പൊന്നുമക്കളെ, അങ്ങനെയൊന്നുമല്ല. രാഹുൽ മാങ്കൂടത്തിന് വേണ്ടി നിരന്തരം ചർച്ചയാണ്. എനിക്ക് കിട്ടുന്ന വിവരമാണ്. ഞാൻ ആദ്യം പോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചല്ലോ. കോൺഗ്രസിൻ്റെ ഓഫീസിൽ പണിയെടുക്കുന്ന ചുണക്കുട്ടികളാണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അതായത് രാഹുൽ മാങ്കൂടത്തിനെ ഒരിക്കലും കോൺഗ്രസ് കൈവിടൂല. എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരിപ്പിക്കാനാണ് നമുക്കിപ്പോൾ വേണ്ട. രാഹുൽ MLA ആയിട്ടില്ലെങ്കിലും ആ ഒരു കള്ളക്കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂടത്തിൽ വരണം. ആ ഒരു കള്ളക്കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരണം എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പണി തുടങ്ങി. കള്ളക്കേസിൽ നിന്ന് ആദ്യം ഊരിക്കഴിഞ്ഞാൽ രാഹുലിന് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കിട്ടും. അതിനുശേഷം ഒന്നൊന്നായിട്ട് രാഹുൽ മാങ്കൂടത്തിന് കിട്ടും. ഓക്കെ, കോൺഗ്രസ് ഒരിക്കലും രാഹുലിൻ്റെ കൈവിട്ടിട്ടില്ല. ഇത് എനിക്ക് കിട്ടിയ വിവരമാണ്. വി.ഡി. സതീശനും ഷാഫി പറമ്പിലും ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതാണ്. അതായത് വെൽ പ്ലാനിൻ്റെ ഭാഗത്തിലാണ്. ഇപ്പോൾ ഷാഫിക്കായാലും വി.ഡി. സതീശനായാലും മുമ്പിലിരുന്ന്, മാധ്യമത്തിന് മുമ്പിലിരുന്ന് രാഹുലിന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റൂല. കാരണം മൊട്ടയും കൂട്ടരും അങ്ങനെ ആക്കിക്കളഞ്ഞു.
കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. പക്ഷേ ഇലക്ഷന് വിജയിച്ച് കഴിഞ്ഞാൽ ഷാഫിയും വി ഡി സതീശനും മുമ്പിൽ ഇരുന്ന് തന്നെ നമ്മുടെ രാഹുലിന് വേണ്ടി പണിയെടുക്കും. ഇലക്ഷൻ വിജയിച്ച ആ സമയത്ത് തന്നെ രാഹുലിനെ തിരിച്ചംഗത്വത്തിൽ എടുക്കുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. പി വി അൻവറിനെ എന്തുകൊണ്ട് എടുത്തു അതൊക്കെ നമുക്ക് വരും ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് പ്രിയങ്ക ഗാന്ധിയുടെ വിഷയം ചർച്ച ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പ്രിയങ്ക ഗാന്ധി മോദിയുടെ ചായ സൽക്കാരത്തിന് പോയത്, അത് വലിയ വിവാദമാക്കിയതൊക്കെ. അപ്പോൾ നമുക്ക് അതെന്താണ് ബ്രിട്ടാസ് എന്താണ് പറഞ്ഞത്, അതിന് നമ്മുടെ വി ഡി സതീശൻ എന്താണ് മറുപടി കൊടുത്തത്, അത് നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, ഒരുപക്ഷെ ഈ പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കിയ ശേഷമുള്ള തേയില സൽക്കാരത്തിലും പങ്കെടുക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഓണസദ്യയിൽ ഞാൻ പങ്കെടുത്തു. അതൊക്കെ മര്യാദയല്ലേ? പ്രധാനമന്ത്രി സ്പീക്കറും ഒരു മര്യാദയുടെ പുറത്ത് നമ്മൾ ചില സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പോകണം. ബ്രിട്ടാസ് മറ്റേ പാലമാണ്, ഏത് പാമ്പൻ പാലം പോലെ അടിയുറച്ച ഒരു പാലമാണ്. CPM-ഉം BJP ആയിട്ടുള്ള പാലമാണ്. അതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗവർണർ വിളിക്കുന്ന പരിപാടി. ഗവർണർ RSS കാരനാണല്ലോ അല്ലേ? ഗവർണർ വിളിക്കുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി പോകാറില്ലേ? ബ്രിട്ടാസിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഗവർണർ RSS കാരനാണ്. പക്ഷെ അതേ ആ പൊസിഷനിലിരിക്കുകയാണ്. ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചാൽ മുഖ്യമന്ത്രി പോകണ്ടേ? വെറുതെ പറയുമ്പോൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ സ്വന്തം നെഞ്ചത്തോട്ടാന്നുള്ള തോന്നലുകൂടി വേണം. പാമ്പം പാലമാണ് ബ്രിട്ടാസ്. ആണല്ലോ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഡൽഹിയിൽ ചെന്ന് അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെ ഒപ്പിടും. പോളിറ്റ് ബ്യൂറോ അറിഞ്ഞിട്ടില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല, ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല, സ്റ്റേറ്റ് കമ്മിറ്റി അറിയാതെ ആ PMCയിൽ ഒപ്പുവെച്ച് എന്നിട്ട് ക്യാബിനറ്റിൽ വന്നിരുന്നിട്ട് ആ പാവൻ രാജനും 4 CPI മന്ത്രിമാരും ഒരിക്കലും ഒപ്പുവെക്കരുത് എന്ന് പറയുമ്പോൾ ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുന്ന കാര്യം പോലും പറയാതെ അവരെ പറ്റിച്ച ആളാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച പാമ്പൻ പാലമാണ് ബ്രിട്ടാസ്. ഓക്കെ, എൻ്റെ ബ്രിട്ടാസ് ഇതിന് നല്ല മറുപടി എങ്ങനെയാണ്? സ്വപ്നത്തിൽ മാത്രമാണ്. ഓക്കെ, വി ഡി സതീശൻ്റെ നിങ്ങൾക്ക് കുറേ പേർക്ക് വി ഡി സതീശനോട് എതിർപ്പുണ്ടാകും, അതായത് രാഹുലിന് സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അല്ല മക്കളെ, വി ഡി സതീശൻ നല്ല നേതാവാണ്, ഞാൻ അദ്ദേഹത്തെ വെളുപ്പിക്കുന്നതല്ല. പി വി അൻവറിന് സീറ്റ് കൊടുത്തതിലൊക്കെ പിന്നിൽ നല്ല കളിയുണ്ട്. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്ന ആളാണ് വി ഡി സതീശൻ. അതായത് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാഹുലിന് വേണ്ടി ആദ്യം സംസാരിക്കുന്നത് വി ഡി സതീശനായിരിക്കും. കോൺഗ്രസിൻ്റെ ഓഫീസിൽ നിന്ന് അങ്ങനത്തെ വാർത്തയാണ് എനിക്ക് പേഴ്സണലി കിട്ടുന്നത്. അതിൻ്റെ ഓഡിയോ ക്ലിപ്പും വെക്കാൻ പണി കിട്ടും. വെച്ച് കഴിഞ്ഞാൽ ചാനലുകൾ ഏറ്റെടുത്ത് ആകെ പണിയാവും, അലങ്കോലമാവും. പക്ഷേ എനിക്ക് വിവരം കിട്ടില്ല, നമ്മളിങ്ങനെ പറയുന്നത് വലിയ വിഷയമാവുന്നില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ എന്ന് പറയാം, ഇപ്പോൾ നമ്മുടെ ആളല്ലേ പി വി അൻവർ. അപ്പോൾ അൻവറിനെ പാർട്ടിയിലെടുത്തതിൻ്റെ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം പിണറായി സത്യനെ എതിർത്തു എന്നാണ്. നമുക്ക് അൻവറിൻ്റെ ആ ഒരു സ്പീച്ച് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, വിഡ്ഢികളാക്കാം എന്ന അദ്ദേഹത്തിൻ്റെ ധാരണ ഞാൻ ഈ പറയുന്ന കേരളത്തിലെ ജനം പൊളിച്ചെഴുതിയിരിക്കുകയാണ്. അതാണ് കേരളത്തിൽ സംഭവിച്ചത്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. ഞാൻ അന്ന് പറഞ്ഞിരുന്നത് കേരളത്തിൻ്റെ മതേതര ജനങ്ങൾ, കേരളത്തിൻ്റെ ന്യൂനപക്ഷങ്ങൾ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ പിണറായി സത്യത്തിനെതിരെ വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരു പരിധി വരെ ആ വോട്ടിംഗ് നടന്നിരിക്കുകയാണ്. പക്ഷേ പിണറായി സത്യത്തിനെതിരെ വോട്ട് ചെയ്യാത്തൊരു വിഭാഗം ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കളാണ്. അവർക്ക് അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കില്ല. കാരണം ത്രിതല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭൂരിപക്ഷവും പ്രാദേശികമാണ്. പക്ഷേ പിണറായി സത്യത്തിനെതിരെയുള്ളൊരു വോട്ട് വരാനിരിക്കുകയാണ്. 3 മാസമേ ഉള്ളൂ. മാർച്ച് അവസാനത്തോടു കൂടി ഏപ്രിൽ 2nd വീക്കിനുള്ളിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ, ഇപ്പോൾ 80 സീറ്റിന് മുകളിലാണ് UDFന് ഭൂരിപക്ഷമുള്ളതെങ്കിൽ അത് 100 സീറ്റ് കടക്കും. കാരണം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം, ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ നാട്ടിലുണ്ട്. അവർക്കുണ്ടായ മുൻ അനുഭവങ്ങൾ, പശ്ചിമബംഗാളിലെ അനുഭവം, ത്രിപുരയിലെ അനുഭവം, അതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയാക്കി, ഒരു കുടുംബത്തിൻ്റെ ഗവൺമെൻറ്റാക്കി, ഈ ഗവൺമെൻറ്റിനെ മാറ്റി ഞാൻ പറയുന്ന മരുമോനിസവും പിണറായിസവും അത് മാത്രമായി പാർട്ടി ചുരുങ്ങി ഈ പോക്ക് മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഒരു കാലത്തും തിരിച്ചു വരാൻ കമ്മ്യൂണിസ്റ്റ്. എന്ത് നല്ല രീതിയിലാണ് പിണറായി സത്യത്തിനെതിരെ പി വി അൻവർ എതിർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാരണമാണ്. ഇദ്ദേഹം ഒരു നേതാവാണ്, അതായത് ഇദ്ദേഹത്തെ നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിനാണ് ഗുണമുള്ളത്. ഒറ്റയ്ക്ക് മത്സരിച്ച് 50,000 വോട്ട് നേടിയ കുറച്ച് വോട്ട് മേടിച്ച നല്ല ചങ്ങായിയല്ലോ. അതായത് ഒരു പാർട്ടി ഫണ്ടും ഇല്ല, ഒറ്റയ്ക്ക് നിന്ന് നിലമ്പൂരിൽ നമ്മളൊക്കെ കണ്ടതല്ലേ ഇദ്ദേഹത്തിൻ്റെ പോരാട്ട ഫിലം. അപ്പോൾ ഇങ്ങനെയുള്ളവരും കോൺഗ്രസ്സിൽ വരുന്നത് നല്ല കാര്യമായിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, അത് വി ഡി സതീശൻ്റെ വെൽ പ്ലാനഡ് അതൊന്നും വി ഡി സതീശൻ ഒന്നും പറയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലേ.
അപ്പോൾ നമുക്ക് ചുണക്കുട്ടിയായിട്ടുള്ള നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു MLA CPM-കാരുടെ പോലീസിനെ തെറി വിളിക്കുകയാണ്. ഞാൻ എന്തിനാണ് CPM-കാരുടെ പോലീസ് എന്ന് പറയുമ്പോൾ, തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ CPM-കാർ വൃത്തികെട്ട പണിയെടുക്കുകയാണ്. കോൺഗ്രസ്സുകാരുടെ വീട്ടിലേക്ക് കല്ലെറിയുകയും കോൺഗ്രസ്സുകാരുടെ വാഹനം തകർക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പോലീസ് മിണ്ടാടെ നിൽക്കുകയാണ്. ചെയ്തോളൂ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്, മിണ്ടാൻ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു MLA വന്നിട്ട് നല്ലോണം കൊടുക്കുകയാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം. ഓക്കെ, ഇല്ല ശരിയല്ല, അവരെ മാറ്റി ഇത് ശരിയല്ല. ഇത് ഭരണമെന്ന് ഇവിടെ നിൽക്കില്ല. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഒരു വർഷത്ത് മാത്രം ഓടിക്കുന്ന അവരെങ്ങനെ അവിടെ നിൽക്കുന്നത്? നിങ്ങൾ അവരെ മാറ്റാതെ, അവരെ മാറ്റില്ലെങ്കിൽ എല്ലാവരും പഠിച്ചെടുത്തൂടെ? നിങ്ങൾ അവരെ മാറ്റിക്കേ. തോന്നിയോ സാർ? നല്ല വഴിയിലാണ്. സത്യം പറഞ്ഞാൽ ചിരിച്ചിട്ടും ചത്ത് മക്കളെ. അല്ലെ, പോലീസുകാരാണോ അല്ല ഉണ്ണാക്കന്മാരാണോ? അല്ല, അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. CPM-കാർ കല്ലെറിയുമ്പോൾ എറിഞ്ഞോ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ അതായത് പോലീസ് ഒരു തെറ്റും ചെയ്യാതെ സത്യസന്ധനായ പോലീസാണെങ്കിൽ MLA ആണ് ഇങ്ങനെ പറയുന്നെങ്കിലും പ്രശ്നമില്ല, അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട് പോലീസിനോട് ഇങ്ങനെ സംസാരിച്ചാൽ. അപ്പോൾ പോലീസ് അവിടെ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലീസിന് അറിയും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തെറി നമ്മൾക്ക് പോലീസ് കേൾക്കേണ്ടി വരുന്നത്. ഓക്കെ അടുത്തതും കൂടി, നമ്മുടെ PV അൻവറിനെ VD സതീശൻ പാർട്ടിയിലെടുക്കുമ്പോൾ വേറൊരു ചങ്ങായിനും കൂടി എടുത്തിനല്ലോ. അവൻ പറഞ്ഞിട്ട് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, VD സതീശൻ വെറുതെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് അവൻ പറയുന്നത് ആദ്യം വെക്കാം, അതിനുശേഷം നമ്മുടെ VD സതീശൻ കൊടുക്കുന്ന മറുപടി വെക്കാം. ഓക്കെ, VD സതീശൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ഈ തല മുട്ടയടിച്ച് മീശയെടുത്ത് നടക്കും. കാര്യം നിങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയും. UDF-നെ വിഷൂരം വഞ്ചിച്ചു. UDF-നെ എന്തിനു ഞാൻ വഞ്ചിക്കുന്നത്? UDF-നെ ഞാൻ സഹായം മാത്രമേ ആദ്യം വരെ ചെയ്തിട്ടുള്ളൂ. അത് അവർക്ക് നിഷേധിക്കാൻ നോക്കുമോ? എടാ കള്ള, നിന്നെ കള്ള എന്നല്ലാതെ പിന്നെ എങ്ങനെയാണ് വിളിക്കുന്നത്? VD സതീശനോട് വിളിച്ചു പറയുകയാണ് എനിക്ക് എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിലെത്തണം. അതിനുശേഷം അത് വാർത്തയായപ്പോൾ കമ്മികളോ BJP-കാരോ പറയുക ഒരു 10 ലക്ഷം കൊടുത്ത് പറയുകയാണ് നീ വിളിച്ചിട്ടില്ല എന്ന് അങ്ങനെ പറയുന്നു. അപ്പോൾ വാക്ക് മാറ്റുകയാണ്, നാണമില്ലാത്തവൻ. ഓക്കെ, അതിന് നമ്മുടെ VD സതീശൻ കൊടുത്ത മറുപടി നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, വാതിലടച്ചു. ഇതൊക്കെ ഈ നമുക്ക് എല്ലാവരെയും ഒരുപോലെ മുതിർന്ന നേതാക്കൾ കൂടി ഇടപെട്ട് നിരന്തരമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് നമുക്കൊരു അനുഭവമാണ്. കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു അനുഭവമായി നമ്മൾ കരുതുന്നു. ആ വാതിലടയ്ക്കുന്നു. ഒരു കാരണവശാൽ ഒരു തരത്തിലുള്ള പ്രവേശനം അവർക്ക് ഉണ്ടാവില്ല. അവസാനം VD സതീശൻ പറഞ്ഞത് 100% ശരിയാണ്. അതായത് ഇവറ്റകൾ വിളിക്കുകയാണെങ്കിൽ പാർട്ടിയിൽ വരണം. അപ്പോൾ VD സതീശൻ പ്രഖ്യാപിക്കുമ്പോൾ പറയുകയാണ് ഞങ്ങൾ വിളിച്ചിട്ടില്ല, എവിടുന്ന പൈസ? എന്താല്ലേ രാഷ്ട്രീയത്തിൻ്റെ പൈസ തന്നെയല്ലേ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോയുമായി ഇടം വരാം.